കാലത്തെ പ്ലാനിനൊടുവിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് കൂർഗ് പോയി. കൂർഗ് അതായത് ഏരുമാട് പള്ളിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ നിന്ന് തലക്കാവേരി ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി കാറിൽ പോയി. പ്ലാൻ ചെയ്ത പോലെ എല്ലാ ഫ്രണ്ട്സിനും വരാൻ പറ്റിയില്ല. ഞങ്ങൾ 6 പേരാണ് പോയത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്ന ഏരുമാട് പള്ളിയിലേക്കാണ്. അവിടെ നിന്ന് ഇവർ കുറച്ച് പേര് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ ചായ കുടിക്കാൻ ഒരു ചെറിയ തട്ടുകടയിൽ നമ്മൾ കയറി. ഞാനൊരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചു, കാരണം ഞാൻ വീട്ടിൽ നിന്ന് അപ്പം കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ അവിടെ നിന്നൊരു സ്പ്രൈറ്റ് ബോട്ടിൽ വാങ്ങി. അങ്ങനെ ഒരു 3.5 hours യാത്ര ചെയ്ത ശേഷം ഞങ്ങൾ ഏരുമാട് പള്ളിയിലെത്തി. ഏരുമാട് സൂഫി ഷാഹിദ് ദർഗ ആണത്. ആണുങ്ങൾ പ്രാർത്ഥിക്കേണ്ട സ്ഥലം വേറെ, പെണ്ണുങ്ങൾ പ്രാർത്ഥിക്കേണ്ട സ്ഥലം വേറെ. അങ്ങനെ ഞങ്ങൾ അത് നോക്കി പോവാണ് എവിടേക്കാന്ന് വെച്ച്. അങ്ങനെ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്ന് പിന്നെ അവിടെ നിന്ന് മുട്ടായികൾ അങ്ങനെ വാങ്ങി പൂജിക്കാൻ വെക്കലുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ട മുട്ടായി പാക്കറ്റ് വാങ്ങി പള്ളിയിൽ വെക്കാൻ വേണ്ടി കൊടുത്തു. ഇത് നിസ്കാര പള്ളിയാണ് അവിടുത്തെ. ഇവിടെയാണ് എല്ലാവരും നിസ്കരിക്കുക. ഇതാണ് മെയിൻ പള്ളി, നമ്മുടെ ഏരുമാട് സൂഫി ഷഹീദ് ദർഗ. ഞങ്ങൾ അവിടെ നിന്ന് ഈ പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒച്ചയൊക്കെ കേട്ടായിരുന്നു. പിന്നെ ഇവർ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവർ നിസ്കരിക്കാൻ പോയ സമയത്ത് ഞങ്ങളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് പരിസരത്തൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്തു. ഇനി ഇവിടെ നിന്ന് കുറച്ച് മഴ പെയ്യപ്പോൾ കാറിലിരുന്നു. പക്ഷെ ആ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ പിക്ക് എടുക്കുമ്പോൾ. പക്ഷെ മൂടം പിടിച്ച പോലെ ഒരു ക്ലൗഡിയും പിന്നെ ഒരു വെയിലും വന്നുകൊണ്ട് ഫോട്ടോസൊക്കെ കുറച്ച് ഫുള്ള് ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയി വെറുതെ അവിടെ ചന്തയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കാൻ പോയി. ഇവർ പോയപ്പോൾ ഫസ്റ്റ് എനിക്ക് മടിയായി. അതുകൊണ്ട് ഞാനും വിദ്യയും കാറിൽ തന്നെ ഇരുന്ന് പിന്നെ എണീറ്റ് പോയായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് തലക്കാവേരിയിലോട്ടാണ്. കുറച്ച് സമയം കഴിഞ്ഞു, നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തലക്കാവേരി പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് അങ്ങനെ നല്ല ഹോട്ടൽസൊന്നും കണ്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തലക്കാവേരിക്ക് തിരിക്കുന്നു. നല്ല മഴ, ആ സമയത്ത് മഴ പെയ്യാൻ തുടങ്ങി. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വെതർ. പിന്നെ പക്ഷേ ഈ വെതറിൽ വണ്ടി ഓടിക്കാൻ കുറച്ച് കഷ്ടമാണ്. പക്ഷേ ട്രിപ്പ് ആസ്വദിക്കാൻ നല്ലൊരു മൂഡ് തന്നെയായിരുന്നു. പിന്നെ തലക്കാവേരി പോകേണ്ട സീസൺ ഏകദേശം ഈ മഴക്കാലത്ത് തന്നെയായിരുന്നു. അപ്പോൾ എന്നാലേ ഈ മഞ്ഞ്, അതായത് കോടമഞ്ഞൊക്കെ കൂടി കാണാൻ ഒരുപാട് ഭംഗി കിട്ടുന്നുള്ളൂ. അതിന് ഫോറസ്റ്റ് ഏരിയയിൽ പോകുമ്പോൾ നമ്മൾ അവർക്ക് 20 rupees പേ ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഫോറസ്റ്റ് റൂട്ടിൽ പോകുന്നത്. ഈ ഫോറസ്റ്റ് റൂട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് വലിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നത് കണ്ടോ. ഇത് നല്ല രസമാണ്. പക്ഷെ ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂല, കാരണം ഫോറസ്റ്റ് ഏരിയ കൊണ്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ മടിക്കേരി എത്താറാകുമ്പോൾ, തലക്കാവേരി എത്താനാകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ 3 പേര് മാഗി, പിന്നെ അവർ 3 പേരും പൊറോട്ട വാങ്ങി. ഒടുക്കത്തെ പൈസയായിരുന്നു. മാഗിക്ക് 80 രൂപ. അതായത് ഒറ്റപ്പെട്ടൊരു ഹോട്ടലാണ് അവിടെ, അങ്ങനെ ഹോട്ടൽസൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത്ര വില. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ പിന്നെയും പോയി. പിന്നെ അവിടെ നിന്ന് അടുത്തായിരുന്നു, ഒരുപാട് ദൂരമൊന്നും പോകണ്ട. ജസ്റ്റ് നമ്മൾ പോയാൽ തന്നെ ഒരു 5-10 minutes, കൂടി പോയാൽ 15 minutesനുള്ളിൽ നമുക്ക് തലക്കാവേരി എത്താൻ പറ്റും. ദേ ആ ഗേറ്റ് നമ്മൾ കണ്ടു തുടങ്ങി. അവിടെ കോടമഞ്ഞ് പൊതിഞ്ഞുള്ളത്. ഇത് റിയാലിറ്റിയിൽ ഇതിനേക്കാളും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. ഇപ്പം നമുക്ക് ഫോണിൽ നാച്ചുറലായിട്ടുള്ളത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിരുന്നു. മഴയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കോട വെച്ച് ഞങ്ങളൊക്കെ മേലേക്ക് പോവുകയാണ്. മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായത്. അവിടെ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട്. ചെരുപ്പ് വെച്ച് നമ്മൾ മേലെ കയറി. പിന്നെ അമ്പലത്തിലൊന്ന് തൊഴുത ശേഷം, മഴയായതുകൊണ്ട് നമ്മൾ ഈ കുടയും പിടിച്ച് തന്നെയാണ് അമ്പലം ചുറ്റിയതും തൊഴുതതും ഒക്കെ. അവിടെ നിന്ന് തൊഴുത ശേഷം നമ്മൾ പിന്നെ അങ്ങോട്ട് ഫോട്ടോ ആയിരുന്നു ഫുള്ള്. കാരണം അറ്റ്മോസ്ഫിയറും രസമായിരുന്നു, പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടും ആംബിയൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോടമഞ്ഞിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് കാരണം നമുക്ക് ഫോട്ടോസിൽ ഒരു ബ്രൈറ്റ് കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഒപ്പിച്ച് പൊസിഷൻസൊക്കെ നോക്കി ഫോട്ടോ എടുക്കുന്ന തിരക്കായി കാണുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട്സായിട്ട് ഒരുപാട് കാലത്തിന് ശേഷം ഒന്നും കൂടി ഞങ്ങൾ ഒരുമിച്ച്, നമുക്ക് എല്ലാം ഒരു ഹാപ്പിനെസ് ആയിരുന്നു. വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തു നമ്മൾ. അതായിരുന്നു ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ കോടമഞ്ഞൊന്നും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും
നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ കുറേ കോടമഞ്ഞ് അത്രയും ഹെവി ആയിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. തലക്കാവേരിയിൽ നിന്ന് മേലോട്ട് പോകുന്ന റൂട്ട് നല്ലോണം മഞ്ഞായിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മേലെ കയറാൻ പറ്റിയില്ല. പക്ഷേ താഴത്തെ അമ്പലം അതിന് ചുറ്റിപ്പറ്റിയിലെ പരിസരം നോക്കാൻ പറ്റിയുള്ളൂ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം അധികം വൈകാണ്ട് നമ്മൾ തിരിച്ചു പോയി. ഇപ്പോൾ പോയാൽ നമുക്ക് കറക്റ്റ് കുറച്ച് ലേറ്റ് നൈറ്റ് ആവാതെ എത്താൻ പറ്റും. അങ്ങനെ തിരിച്ചു. കുറേ ഫോറസ്റ്റ് റൂട്ടിൽ മൊത്തം കോടമഞ്ഞ് ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം അതൊരു രാവിലെ 5 o'clock 6 o'clock ആ ഫീലാണ് വന്നത്. കാരണം അത്രയും രസം നൈറ്റായി ഇല്ലെങ്കിൽ ഈവനിങ് ആണെന്നത് തോന്നുന്നില്ല, അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു വന്നു. വരുമ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞ് സന്തോഷത്തോടെയാണ് പോയത്. പിന്നെ ഏകദേശം എല്ലാവരും ടയേർഡായി. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോകുന്ന വഴിയിൽ ഇറങ്ങി ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓരോരാളെ കൊണ്ടാക്കി. ദിവസം കടന്നുപോയി. ആൻഡ് ബൈ.